പ്രേസ് ദ ലോർഡ്. എല്ലാ ആത്മീയവിശ്വാസികൾക്കും നമസ്കാരം. ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പുതിയൊരു വചനത്തിൽ ഒരു വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ സങ്കീർത്തനം 51-12 വാക്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അതായത് 51 അധ്യായം 12 വാക്യം, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ്. അതായത് നമ്മളെല്ലാവരും ഈ വചനം നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കുന്നതാണ്, ഇത് വായിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കറിയാം. അതായത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കേണ്ടത്, ഇത് ദാവൂദ് രാജാവ് നാഥാൻ വെളിപാട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പാപം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ബത്ശേബയും ഉരിയാവിൻ്റെയും തന്നെ അവരോട് ചെയ്ത അതിക്രമങ്ങൾ, അല്ലെങ്കിൽ അവരോട് ചെയ്ത പാപമാണ് ഇവിടെ നാഥാൻ പ്രൊഫസി ചെയ്യുന്നത്. ഈ പ്രൊഫസിയിലാണ് ദാവൂദ് രാജാവിന് അദ്ദേഹത്തിൻ്റെ തെറ്റിനെ മനസ്സിലാകുന്നത്. ഇത് ഒരു പശ്ചാത്താപം ചെയ്യുന്നതിൻ്റെ ഒരു വചനമാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്ന. നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്നതും നമ്മൾ താഴ്മയുള്ള ആത്മാവിൽ ജീവിക്കുന്നവരും യഹോവയുടെ ദയയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കുന്നതുമായിട്ടൊരു വിഷയമാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ദാവൂദ് രാജാവ് അദ്ദേഹത്തിൻ്റെ രക്ഷയുടെ അനുഭൂതിയിൽ നിന്ന് അത് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം ഇതിൽ കാണാൻ സാധിക്കുക. ഈ രക്ഷയുടെ അനുഭൂതി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആനന്ദവും സന്തോഷവും അതോടുകൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇതാണ്, എൻ്റെ രക്ഷയുടെ ആനന്ദം എനിക്ക് നീ തരൂ എന്ന് പറയുന്നത്. ദാവൂദ് രാജാവ് വളരെ താഴ്മയോടുകൂടി, വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം യഹോവയോട് അദ്ദേഹത്തിൻ്റെ പാപത്തിൻ്റെ കാരണത്താൽ അദ്ദേഹം യാചിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. യഹോവയുടെ കൂടെ അദ്ദേഹം ഒരു സംഗതിയിൽ അദ്ദേഹം അദ്ദേഹത്തെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ് ഈ പാപത്തിൽ കൂടെ അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പം എന്താ വെച്ചാൽ, ഈ സന്തോഷം അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ യഹോവയുടെ കൂടി നടന്ന് അദ്ദേഹം ജീവിച്ചെങ്കിൽ മാത്രമേ ആ സന്തോഷവും ശാന്തിയും അദ്ദേഹത്തിന് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത്, രക്ഷയുടെ ആത്മാവ് എന്നെ താങ്ങുക എന്ന് പറയുന്നത്. അതായത് രക്ഷയുടെ ആത്മ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമുള്ള ആത്മാവ് അല്ലെങ്കിൽ ദൃഢമുള്ള ആത്മാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മളൊരു ഒബീഡിയൻ്റ് വ്യക്തി എന്നുള്ള രീതിയിൽ ആകുമ്പോഴാണ് അത് നമുക്ക് കിട്ടുന്നത്. ദാവൂദ് രാജാവിന് മനസ്സിലായി കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ സാമർഥ്യം, അദ്ദേഹത്തിന് കിട്ടിയ ശക്തി, അതായത് ആത്മീയ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ നമുക്ക് അദ്ദേഹം പറയുന്നത്, യഹോവേ നീ എന്നെ താങ്ങുക, എന്നെ വീണ്ടും ഞാൻ ഈ പാപത്തിലേക്ക് വീഴാതിരിക്കാൻ നീ എന്നെ താങ്ങുക എന്നാണ്. അപ്പോൾ ആത്മീയപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ രക്ഷയുടെ ആനന്ദവും നമ്മുടെ യഹോവയുടെ കൂടെ ബന്ധപ്പെട്ട് കിട്ടുന്ന ഫലങ്ങൾ, അല്ലെങ്കിൽ ആനന്ദം നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ പാപത്തിൻ്റെ കൂടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷയുടെ ആത്മാവ് പ്രാപിക്കാൻ വേണ്ടി പവിത്രാത്മാവ് എന്നതിൻ്റെ ഹെൽപ്പ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളത് നമുക്ക് വളരെ ആവശ്യം. അപ്പോൾ മാത്രമേ നമുക്ക് അനുഗ്രഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു ജീവിതത്തിൽ നമുക്ക് നമ്മുടെ രക്ഷയെ നമ്മളെ പിടിച്ചു പറിക്കത്തില്ല. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദവും ശാന്തിയും
സമാധാനവും അതോടൊപ്പം തന്നെ ആത്മീയ ശക്തി നമ്മളിൽ നിന്ന് പിടിച്ചു പറിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാകുക, എൻ്റെ നിന്ന് രക്ഷയുടെ ആനന്ദം നഷ്ടപ്പെട്ടെന്ന സമയത്ത് എനിക്ക് വീണ്ടും ആ ഒരു രീതി എനിക്ക് സ്വയമായിട്ട് നടക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാവുമ്പോൾ എനിക്ക് യഹോവയിലേക്ക് ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് ഒരു ചെറിയ ഒരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവും. ഒരു കൊച്ചു പയ്യൻ നമുക്ക് ഉണ്ടല്ലോ, വീട്ടിൽ ഇരുട്ടുള്ള റൂമാണ്. അതിൻ്റെ അകത്ത് ഇരുട്ടുള്ള ആഴമായ റൂമിൽ, അന്ധകാരമായ റൂമിൽ അദ്ദേഹം പപ്പൻ്റെ കൈയും പിടിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു രക്ഷയുടെ ബോധമുണ്ട്. അതേസമയം കൈ വിട്ടു പോകുമ്പോൾ ആ പയ്യന് ഉണ്ടല്ലോ, അത് പേടിയുടെ സ്വപ്നമാണ് അദ്ദേഹം കാണുന്നത്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി അന്ധകാരമായ ജീവിതമാണ് അത് എന്ന് പറയുന്ന പോലാണ് ഇവിടെ ദാവൂദ് രാജാവിന് പറ്റിയത്. അതുപോലെ തന്നെയാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്നത്. നമ്മുടെ കയ്യിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയിൽ നമ്മൾ സുരക്ഷിതമായിട്ട് ഈ അന്ധകാരമായ ജീവിതത്തിൽ നമ്മൾ പാപത്തിൽ വീഴാൻ നമ്മൾ നടന്നു പോകും. അതേസമയം നമ്മൾ ഈ കൈ വിട്ടുവെച്ച് നമ്മൾ പോകുമ്പോൾ നിശ്ചയമായിട്ട് നമ്മൾ പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക് നമ്മൾ വീഴുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ അവസ്ഥയായിരുന്നു ദാവൂദിനുണ്ടായത്. പാപം നമ്മുടെ ഉണ്ടല്ലോ സന്തോഷത്തിനെ പിടിച്ചു പറിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദാവൂദ് രാജാവ് വീണ്ടും പറഞ്ഞത്, രക്ഷയുടെ ആനന്ദം എനിക്ക് വീണ്ടും തിരിച്ചു തരുക എന്ന് പറഞ്ഞത്. ഈ ദാവൂദ് രാജാവിന് ആനന്ദം ഇല്ലാത്തൊരു ജീവിതത്തിലും അദ്ദേഹത്തിന് ബാഹ്യമായിട്ട് വളരെയധികം പ്രഗത്ഭനായ ഒരു ജീവിതമാണ്. പക്ഷേ ആന്തരികമായിട്ട് ആത്മീയപരമായിട്ടായാലും അദ്ദേഹത്തെ ശൂന്യമായ ഒരു ജീവിതത്തിലേക്കാണ് അയാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കോൾ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെ മൊബൈൽ നമ്മുടെ കയ്യിൽ ഉണ്ട്. നമ്മുടെ രക്ഷയുടെ അനുഭവം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ അതിൻ്റെ അകത്ത് അനുഗ്രഹത്തിൻ്റെ ബാലൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് ആ കോൾ ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. ദൈവമായിട്ട് നമുക്ക് അടുക്കാൻ സാധിക്കത്തില്ല. ദൈവമായിട്ട് സംസാരിക്കാൻ സാധിക്കത്തില്ല. അപ്പം ഈ ഒരു അവസ്ഥയാണ് ഇന്ന് ദാവൂദിനുണ്ടായതും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയം തുറന്ന് പശ്ചാത്താപത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഈ ആനന്ദത്തിൻ്റെ ജീവിതം തിരിച്ചു കിട്ടത്തുള്ളൂ. ദാവൂദ് ഒരു കള്ള സാക്ഷ്യമല്ല ദാവൂദ് പറഞ്ഞത്. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പശ്ചാത്താപിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പ്രാർത്ഥന അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് യഹോവ അദ്ദേഹത്തിൻ്റെ മുറിഞ്ഞ ഹൃദയത്തെ അദ്ദേഹം ഒരിക്കലും നിരസിച്ചില്ല. നമ്മൾ കാണുന്ന ഒരു ഉദാഹരണം നമ്മൾ കാണുന്ന, ജനലെ പൊടി പറ്റിക്കഴിഞ്ഞാൽ പ്രകാശരശ്മികൾ അകത്ത് വരത്തില്ല എന്ന്, അത് തുടച്ചു കഴിയുമ്പോൾ പ്രകാശരശ്മികൾ അകത്ത് വരുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടെങ്കിലും അതിൽ ആനന്ദത്തിൻ്റെ പൊടികൾ, അനുഗ്രഹത്തിൻ്റെ പൊടികൾ അതിലില്ല എങ്കിൽ നമുക്ക് ആനന്ദത്തിൻ്റെ അനുഭൂതി ആ പ്രകാശരശ്മികൾ നമ്മുടെ ഉള്ളിൽ വരത്തില്ല. അപ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ പൊടി കണ്ടിരിക്കുന്ന ആ പാപത്തിൻ്റെ പൊടികൾ നമ്മൾ തുടച്ചു മാറ്റി കഴിയുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ രശ്മികൾ നമ്മുടെ ഉള്ളിൽ വരും. നമുക്ക് അനുഗ്രഹം കിട്ടും. അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭൂതി നമുക്കുണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് യഹോവയുടെ ആത്മീയ ശക്തി നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എന്നെ രക്ഷയുടെ ആത്മീയ ശക്തി ഇയാൾ എന്നെ എപ്പോഴും എന്നെ പിടിച്ചു നിർത്തൂ എന്ന് ദാവൂദ് രാജാവ് പറയുന്നത്. ദാവൂദ് രാജാവ് ഒരിക്കലും സ്വന്തം ശക്തിയിലല്ല നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ആത്മീയ ശക്തിയിൽ കൂടിയാണ് അദ്ദേഹം നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിച്ചത്, സ്ഥിരമുള്ള ആത്മാവ് എന്നിൽ തരൂ എന്ന് ആവശ്യപ്പെട്ടത്. ഒരു കൊച്ചു
സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൈക്കിളിൽ പിതാവ് പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ അദ്ദേഹം ഒരിക്കലും ഉരുണ്ട് വീഴത്തില്ല. അതേസമയം ആ പിതാവ് കൈവിട്ട് കഴിയുമ്പോൾ അദ്ദേഹം ഉരുണ്ട് വീഴുന്നു. എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്ന പോലെ നമ്മളെ ഈ ജീവിതത്തിൻ്റെ സൈക്കിളിൽ നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ അനുഭൂതി നമുക്കുണ്ടെങ്കിൽ തന്നെയും നമ്മളെ യഹോവ നമ്മളെ കൈവിടുമ്പോൾ, പരിശുദ്ധാത്മ നമ്മളെ കൈവിടുമ്പോൾ, നമുക്ക് അനുഗ്രഹത്തിൻ്റെ ശക്തി നമ്മൾ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ കുഴിയിലേക്ക് ആ സൈക്കിളിൽ നിന്ന്, ജീവിതത്തിൻ്റെ സൈക്കിളിൽ നിന്ന് നമ്മൾ താഴെ വീഴുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിന് നമ്മളെപ്പോഴും പശ്ചാത്താപമായ ജീവിതം നമ്മൾ നയിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനയുടെ ജീവിതം നമുക്ക് നയിക്കേണ്ടിയിരിക്കുന്നു. വചനപ്രകാരം നമ്മൾ ജീവിക്കേണ്ടത്. മനസ്സെത്ര നശിച്ചാലും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിനാണ് ദാവൂദ് രാജാവ് പ്രാർത്ഥിച്ചത്, യഹോവേ എന്നെ രക്ഷയുടെ ജീവിതത്തിലേക്ക് നയിച്ചുകൊണ്ട് എനിക്ക് ആനന്ദത്തിൻ്റെ ജീവിതം വീണ്ടും എനിക്ക് തിരിച്ചു തരൂ എന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ പാപത്തിൻ്റെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പാപം നമ്മൾ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. പാപം നമ്മൾ പശ്ചാത്തലത്തോടുകൂടി നമ്മൾ യഹോവയുടെ മുൻപിൽ നമ്മൾ ക്ഷമിക്കാനായിട്ട് അത് റിപ്പൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ മൊത്തം നമ്മളെ സമർപ്പിക്കാൻ പെടണം. പവിത്രാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ആവശ്യപ്പെടണം. നമ്മൾ പവിത്രാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നു. ആനന്ദം ആ സമയത്തെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വചനത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ദാവൂദ് രാജാവിനുണ്ടായ ആ അനുഭവത്തിൽ കൂടെ നമ്മൾ പഠിക്കേണ്ടത്, നമുക്കെല്ലാ വ്യക്തിപരമായ ജീവിതം നമ്മളുണ്ടാവുകയും നമ്മുടെ കുടുംബത്തിനും അതിൻ്റെ എല്ലാ ഐശ്വര്യമായി തീരണതിന് വേണ്ടി ഈ വചനം നമുക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.